ആദ്യം തന്നെ നമ്മുടെ ഐസിലോട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ജെലാറ്റിൻ ലീഫ് ഇട്ട് വെക്കുക. ജെലാറ്റിൻ ലീഫ് ഇല്ലാത്തവർക്ക് ജെലാറ്റിൻ പൗഡർ ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒറിയോ കുക്കീസ് നല്ലവണ്ണം പൗഡറാക്കി എടുക്കുക. ബട്ടർ അതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ഡോ ആക്കി എടുക്കുക. അതിൻ്റെ അകത്ത് ഒറിയോ നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ടത് ലെവലാക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ ആ ബട്ടർ സെറ്റ് ആവുന്നതുകൊണ്ടാണ് ആ ബേസ് സ്ട്രോങ് ആവുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ആയതിനു ശേഷം നമുക്ക് എടുത്ത് താഴെ വെക്കാം. ഹോൾ എഗ്ഗ് നമുക്ക് നമ്മുടെ ബോയിലായിരിക്കൊണ്ടിരിക്കുന്ന വാട്ടറിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം വിസ്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് പാച്ചുറൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് ക്രീം എടുത്ത് ഞാൻ ചൂടാക്കിയായിരുന്നു. ആ ചൂടാക്കിയ ക്രീം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജെലാറ്റിൻ ഇപ്പോൾ നമ്മൾ ഐസിലിട്ട് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ നമുക്ക് നമ്മുടെ എഗ് മിക്സ്ചറിലോട്ട് ഇടാം. എഗ് മിക്സ്ചറിലോട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ബോയിലിംഗ് വാട്ടറിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ജെലാറ്റിൻ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിലോട്ട് നമ്മൾ പാച്ചുറൈസ് ചെയ്ത എഗ്ഗ്, ഇപ്പോൾ പാച്ചുറൈസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഫോമി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്രീം ഒന്നും ആഡ് ചെയ്യാത്തത്. ഇത് നല്ലോണം ഫോൾഡ് ചെയ്യുക. അത് ചോക്ലേറ്റിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും എഗ്ഗിലോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. ചോക്ലേറ്റ് മൂസ് എല്ലായിടത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിന് മുകളിൽ ഗണാഷ് ഒഴിക്കാം. ഇപ്പോൾ ഈ ഗണാഷിൻ്റെ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഷേവിങ് ഉണ്ടാക്കാം. ഒരു റൗണ്ട് കട്ടർ എടുത്ത് ചോക്ലേറ്റ് മുകളിൽ ബലമായിട്ട് നമ്മളൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേവിങ് കിട്ടും. ഇതിങ്ങനെ കിട്ടുന്നൊരു ടെക്നിക്ക് കൂടെ ഉണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചർ വെച്ച ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഷേവിങ് സിമ്പിളായിട്ട് കിട്ടുന്നത്. ഫ്രിഡ്ജിലൊന്നും വച്ചതാണെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ വരത്തില്ല. റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത ചോക്ലേറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേവിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സൈഡ് കണ്ടോ, ഇത് സൈഡ് ഒരു ഡിസൈനാണ്, ഒരു ടൈപ്പ് ഡിസൈനാണിത്. കാരണം മൂസിൻ്റെ സ്ട്രക്ചറുള്ള ഡിസൈനാണ്. ഇനി ആർക്കെങ്കിലും കേക്കിൻ്റെ സ്ട്രക്ചറാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് സൈഡ് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. Now ready to serve.